അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പെരുന്നാളിന് വന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് വെറും ചോറാണ് വെക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളമ്മ മരിച്ചിട്ട് 4-5 മാസമായിട്ടുള്ളൂ. അപ്പം നമ്മൾ പെരുന്നാളൊന്നും നല്ല ആഘോഷമായിട്ടൊന്നും കഴിച്ചണില്ല. നമ്മൾ വെറും ചോറും മോരുകറിയും പപ്പടം പൊരിച്ചതും ഇറച്ചി വരട്ടും ആണ് കേട്ടോ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ സാധനമൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ നമ്മൾ പിതൃ സക്കാത്തിൻ്റെ അരി കൊടുക്കണമല്ലോ, അതിനൊരു 4-5 പാക്ക് അരിയുണ്ട്. അതിൽ ഒരു പാക്ക് കുറഞ്ഞേക്കണം കേട്ടോ. എല്ലാ കൊല്ലം 6 പാക്ക് കൊടുക്കലുണ്ട് ഇനി. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പൊറുതിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൽ പെരുന്നാൾ അതേമാതിരി നോമ്പ് അങ്ങനത്തെ ഒരു വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമ്പോഴാണ് കേട്ടോ നമ്മൾ ഏറ്റവും സങ്കടം നമുക്ക് അപ്പോൾ മനസ്സിൽ വരിക. അല്ലാത്തപ്പോഴും സങ്കടം ഇല്ലായല്ല, പക്ഷെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മളെ മനസ്സിനെ വല്ലാത്തൊരു വേദനപ്പെടുത്തുക അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിൽ അങ്ങനത്തെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ചോറ് വിളമ്പിയപ്പോഴും തലേന്ന് എല്ലാവരും ഒപ്പം കൂടിയപ്പോഴും എല്ലാവരും ഭയങ്കര പൊറുതിയോടെ തന്നെയായിട്ട് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറച്ചിയൊക്കെ തലേന്ന് തന്നെ മുറിച്ച് വേവിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറച്ചി വെച്ചത് നമ്മളെ പുതിയ ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മൾ ഇറച്ചിയൊക്കെ വെച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താട്ടി പിന്നെ പിറ്റേന്നൊക്കത്തെ വീഡിയോ ആണ് കേട്ടോ. അത് തലേന്ന് ഇറച്ചിയൊക്കെ വേവിച്ച് വെച്ചതാണ്. പിന്നെ നമ്മൾ ചായ കുറച്ച് വെച്ചിട്ടുള്ളൂ. പിന്നെ നോമ്പൊന്നും കഴിഞ്ഞുകൊണ്ട് ആർക്കും ചായക്കും കടിക്കൊന്നും ആവശ്യമില്ല. പിന്നെ മക്കളെങ്ങാനും ചോദിച്ചാലോ എന്ന് കരുതിയിട്ടിരുന്നുള്ളിൽ 4 അപ്പമൊക്കെ ചുട്ടെടുത്തു. പിന്നെ നമ്മൾ ചോറ്റിന് വെള്ളം വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ തറവാട്ടിൽ തന്നെയാണ് കേട്ടോ കൂടിയിരിക്കുന്നത്. അത് ഇപ്പം ഇമ്മി ഇല്ല കാലം മുതലേ ഇല്ല തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒപ്പം കൂടണം എന്നുള്ളത്. ഇപ്പം മരിച്ചാൽ പിന്നെ ഇമ്മാൻ്റെ ഇപ്പാക്ക് ആഗ്രഹം തന്നെയാണ് എല്ലാവരും ഒപ്പം കൂടാന്നുള്ളത്. പിന്നെ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇമ്മ ഉണ്ടായിനി, ഇമ്മാക്കും തിരുപ്പതി തന്നെയാണ് എല്ലാവരും ഒപ്പം കൂടാന്ന്. അതും ഇമ്മെല്ലാന്നും ഇതേമാതിരിക്ക് ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് കേട്ടോ പെരുന്നാൾ കഴിച്ചിരിക്കണത്. പിന്നെ ഇമ്മ മരിച്ചാൽ പിന്നെ ഞങ്ങൾ വേറെ ഒന്നും കഴിച്ചിട്ടില്ല, എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കഴിച്ചിരിക്കണത്. അതുപോലെ ഒരു സന്തോഷമാണ് അങ്ങനെ എല്ലാവരും പാടെ ഒപ്പം കൂടി കഴിച്ചണം എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയില്ല അങ്ങോട്ടും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ പെരുന്നാളും ഇതൊക്കെ ഒന്നിച്ച് കഴിച്ചണം എന്ന് തന്നെ ആഗ്രഹം. അതങ്ങനെ തന്നെ ആകട്ടെ. പിന്നെ ഇതാക്കണ് ചോറും ചാറൊക്കെ ആയി. പിന്നെ നമ്മൾ മക്കളൊക്കെ മാറ്റി ഒരുങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ അതാക്കണ് മക്കളൊക്കെ മാറ്റി. പിന്നെ കുട്ടികളൊക്കെ പള്ളിക്കൊക്കെ പോയിട്ടോ മാറ്റി. ഓലൊക്കെ പള്ളിക്കൊക്കെ പോയി. ഉമ്മാൻ്റെ ഇപ്പാൻ്റെയും ഒക്കെ ഉമ്മമാൻ്റെ ഒക്കെ കബറിങ്ങലൊക്കെ പോയി വന്ന് ദ്വാരന്ന് പിന്നെ ഓല് വന്നുകാണ്ട് ചോറ് കഴിച്ചാണ് കേട്ടോ. അങ്ങനെ ഓലൊക്കെ ചോറ് കഴിഞ്ഞ് വന്നാൽ പിന്നെ നമ്മളും ചോറ് കഴിച്ചാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ചോറ് കഴിച്ചു. പിന്നെ ഞങ്ങൾ ഒക്കെ അവനാൻ്റെ പെരയ്ക്ക് ഒക്കെ എല്ലാവരും പോയി. ഒക്കെ വെയിലാറിയിട്ടാണ് കേട്ടോ പോയത്. കാരണം പെരും വെയിലായി, പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത വെയിലല്ലേ. അപ്പോൾ എല്ലാവരും പോയിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ ചോറൊക്കെ വെച്ചാണ്. അപ്പോൾ നോമ്പ് കഴിഞ്ഞുകൊണ്ട് തന്നെ ആർക്കും ഇപ്പോൾ നോമ്പിനൊന്നും ഇറച്ചിയും മീനും ഒക്കെ ആയതുകൊണ്ട് അല്ല കോഴി ഇറച്ചിയും ബിരിയാണിയൊക്കെ അല്ലേ. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയും ചെയ്തു. ചോറൊക്കെ തിന്നിട്ടും പോയി കേട്ടോ. വെറും ചോറും ആണല്ലോ. പിന്നെ അങ്ങനെ നമ്മൾ എന്താ കഴിഞ്ഞ് വെയിലൊക്കെ അറിയിച്ച ശേഷം നമ്മളെന്താട്ടി നാത്തൂമാരെ പെരയിൽ കൂടിയൊക്കെ ഒന്ന് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഓലാരും ഇപ്രാവശ്യം പെരുന്നാൾക്ക് വന്നിട്ടില്ല. എല്ലാവർക്കും പൊറുതിയേടാണ് കേട്ടോ വരാൻ. ഞങ്ങളാരും വരുന്നില്ല, ഞങ്ങൾക്ക് വരാൻ വെച്ച പെരുന്നാളിന് എല്ലാ കൊല്ലം കുഞ്ഞിണ്ടായിനി, അമ്മേൻ്റെ പേര് കുഞ്ഞിന്നാണ്. അപ്പം ഉണ്ടായിനി, അപ്പം വരാൻ തോന്നണില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മൾ ഒരു വരാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓലെ കാണാൻ അങ്ങോട്ട് പോയിക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നാത്തൂമാരോടെയൊക്കെ പോയി കുറച്ച് ചോറൊക്കെ വെച്ചാണ് കേട്ടോ. എല്ലായിടത്തുനിന്നും ഒരു വിളമ്പി തരുമ്പോൾ വേണ്ട അറിയാൻ വെച്ചല്ലോ. അതുകൊണ്ട് എല്ലാ പെരയിൽ നിന്ന് നമ്മൾ കുറച്ച് ചോറൊക്കെ തിന്നും. 4 നാത്തൂമാരാണ് കേട്ടോ. 4 നാത്തൂമാരെ പെരയിൽ കൂടി നമ്മളൊന്ന് പോയിക്കണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെന്താ നമ്മൾ ഇൻ്റെ കുടിയിൽ വന്നു. അവിടുന്ന് അവിടെ ബിരിയാണി വെച്ചിനി. അവിടുന്ന് തന്നെ തുള്ളി ബിരിയാണി വെച്ചു. എല്ലായിടത്തുനിന്നും വെച്ചുകൊണ്ട് തന്നെ അധികമൊന്നും വെച്ചിട്ടില്ല കേട്ടോ. എല്ലാവരും കുറച്ച് വെച്ചു. പിന്നെ ഓൽക്കൊക്കെ പെരുന്നാളിന് എല്ലാവരും പൈസയൊക്കെ കൊടുത്തിനി. ആ പൈസ കൊണ്ട് മുട്ടായിയും സിപ്പപ്പൊക്കെ വാങ്ങിക്കാണ്ട് ആങ്ങളുടെ കുട്ടിക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മളെ ലിസുമോളാണ്. അപ്പോൾ ഓരോ പൈസ കൊണ്ട് വാങ്ങിക്കാണ്ട് കൊടുക്കുകയാണ് കേട്ടോ മുട്ടായി. അങ്ങനെ ഓലും നാത്തൂനും പോയി കേട്ടോ. ആങ്ങളുടെ പെണ്ണുങ്ങൾ ഓളെ പെരയിൽ പോയിക്കാണ്ട് പെരുന്നാളിൻ്റെ അന്ന് പോയി. അന്ന് തന്നെ ഓള് പോയി നിൽക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ പോയിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഓള്. അങ്ങനെ ഓളും വിരുന്നൊക്കെ പോയി വന്നു. അങ്ങനെ ഇതാക്കണേ മക്കളൊക്കെ അങ്ങനെ മുട്ടായി തിന്നണുണ്ട്. അങ്ങനെ മക്കൾ മുട്ടായിയൊക്കെ തിന്നു. പിന്നെ നമ്മളെ യേശുവിൻ്റെ കുറച്ച് ഡാൻസുകളാണ് കേട്ടത്. ഭയങ്കര ഡാൻസ് അരട്ടിയാണ്, കോമാളിത്തരം കാട്ടി പോകുന്നുണ്ട്.
മുപ്പത്തിയേക്ക് കുപ്പായ ഇടാൻ ഭയങ്കര മടിയാണ്, ഭയങ്കര ചൂടും പോകുകയാണ് പറഞ്ഞാണ്ട്. അപ്പോൾ ഓളെ ഡാൻസൊക്കെ കുറച്ച് നേരമൊക്കെ കണ്ട് നിന്നു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ചെറുതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ.